1.5 വർഷം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായ വയനാട് സ്വദേശിയുടെ ഡെഡ് ബോഡി തമിഴ്നാട് വനത്തിൽ നിന്ന് കണ്ടെത്തി. 2024 മാർച്ച് 20-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഹേമേന്ദ്രനെ കാണാതെ പോയത്. അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആളെ മിസ്സിങ് എന്നുള്ള രീതിയിൽ 57 പോലീസ് ആക്ട് പ്രകാരമാണ് അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഇയാളെപ്പറ്റി അന്വേഷിച്ചപ്പം ഇയാളവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ആളാണ്. മായനാടിനടുത്താണ് അയാൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. നടപ്പാലത്ത് തന്നെ ഒരു വാടക വീടാണത്. അവിടുന്ന് ഇയാളെ കാണാതെ പോവുകയായിരുന്നു. അയാളുടെ ഭാര്യ പരാതി കൊടുത്ത് മെഡിക്കൽ കോളേജ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. വയനാട് സ്വദേശിയാണ് ഹേമേന്ദ്രൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ വാടകയ്ക്ക് താമസവുമാണ്. ഇയാൾക്ക് ഒത്തിരി സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. പലരിൽ നിന്നും പണം കടം വാങ്ങുകയും അത് കൊടുക്കാതെ വരികയും അങ്ങനെ 100 പ്രശ്നങ്ങളുണ്ടായിരുന്നു. പോലീസ് ആക്ട് പ്രകാരമുള്ള അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി ഇയാൾ മിസ്സിങ് ആയത് ഒന്നെങ്കിൽ ഇയാൾ എവിടെയെങ്കിലും ഒളിവിൽ താമസിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇയാളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിരിക്കാം. പണം കിട്ടാനുള്ളവർ ഇയാളെ തപ്പിക്കൊണ്ട് പോയി എന്നും പോലീസ് കരുതിക്കൊണ്ടിരുന്നു. എങ്കിലും മിസ്സിങ് എന്നുള്ള രീതിയിൽ 57 പോലീസ് ആക്ടിൻ്റെ വകുപ്പനുസരിച്ചാണ് ആ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഏകദേശം 1.5 വർഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അതിന് ചില ക്ലൂകൾ പുറത്തേക്ക് വന്നു. ഇയാളെ അവിടുന്ന് പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളൊരു പെൺസുഹൃത്താണ് ആ വാടക വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയതെന്നാണ്. ആ പെൺസുഹൃത്തിനെ ലൊക്കേറ്റ് ചെയ്തു. അവരുമായിട്ട് ബന്ധപ്പെട്ട് മാടാക്കര സ്വദേശിയായ ഒരു ജ്യോതിഷ് കുമാർ, പള്ളുവാടി സ്വദേശി അജേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഇയാളെ പെൺസുഹൃത്ത് മുഖേന അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി തട്ടിക്കൊണ്ടുപോയി കൊന്ന് കുഴിച്ചു മൂടിയെന്ന് മനസ്സിലായി. തമിഴ്നാടിൻ്റെ ഉൾവനത്തിലാണ്, ചേരമ്പാടി എന്ന വനപ്രദേശത്താണ് കുഴിച്ചിട്ടതെന്ന് പോലീസിന് മനസ്സിലായി. അവിടുത്തെ പോലീസ്, ചേരമ്പാടി പോലീസും അവിടുത്തെ RDOയും എല്ലാം ആ കൃത്യസ്ഥലത്തെത്തി. ഈ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം അജേഷ് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും ആ സ്ഥലം മാന്തി അവിടെ 4 അടിയോളം ആഴത്തിൽ വലിയൊരു കുഴി എടുത്തിരിക്കുന്നു. എന്നിട്ട് ആള് അതിനകത്ത് കുത്തിയിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. അത്ര ആഴത്തിൽ കുഴിയെടുത്ത് മൂടിയത് കൊണ്ട് അത് ഡീക്കേ ചെയ്യാനായിട്ട്, ചീഞ്ഞഴുകാനായിട്ട് എയർ സർക്കുലേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് ഏകദേശം അധികം ചെയ്യാതെ തന്നെ ആൾ കുത്തിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. ആളെ തിരിച്ചറിയാൻ സാധിക്കും. അത്ര രീതിയിൽ അഴുകിയിട്ടില്ല. കാരണം സാധാരണഗതിയിൽ കുഴിച്ചിടുന്നത് 2, 3, 4 അടിക്ക് അള്ളി കുഴിച്ചിടും. അപ്പോൾ അത് പെട്ടെന്ന് ഡീക്കേ ചെയ്യും, പെട്ടെന്ന് ചീഞ്ഞഴുകിപ്പോവും. ഇത് 4 അടിയുടെ വലിയ കുഴി എടുത്തിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഡീകമ്പോസിഷൻ വളരെ സ്ലോയിലേ പോവുള്ളൂ. അതുകൊണ്ടാണ് അല്പസ്വല്പം അഴുകിയെങ്കിലും ആളെ തിരിച്ചറിയത്തക്ക രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഏതായാലും അവിടുത്തെ RDOയും തമിഴ്നാട്ടിലെ RDO, പോലീസ്, അവിടുത്തെ വനം വകുപ്പ് മേധാവികൾ അവിടെ എല്ലാം ചേരമ്പാടിയിൽ അവരെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ അവിടുത്തെ SHOയും സംഘവും അവിടെ ഉണ്ട്. അവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. അതിനുശേഷം അവിടെ പോസ്റ്റ്മോർട്ടം അവിടെ വെച്ച് തന്നെ നടത്തി. മെഡിക്കൽ കോളേജ് പോലീസാണ് അത് ചെയ്യുന്നത്. മറ്റവരുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇവിടെ വെച്ച് കാണാതെ അയാളുടെ ബോഡിയാണ് ഇപ്പം കണ്ടെത്തുന്നത്. വയനാടുകാരനായ ഹേമേന്ദ്രൻ്റെ ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ അത് കൊലപാതകമാണ് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. മിസ്സിംഗ് ആയ ആ വ്യക്തിയെ ഇപ്പം കണ്ടെത്തുമ്പോൾ ഏകദേശം 1.5 വർഷമായിത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പല പ്രാവശ്യവും പറഞ്ഞിരുന്നു. ഇങ്ങനെ വിളിച്ചു നോക്കുമ്പം ആ മൊബൈൽ ഇപ്പോഴും ലൈവാണ്, ചില സമയത്ത് ഓണാകും. അതിൽ നിന്ന് ഇയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു ധാരണ പോലീസിനും വീട്ടുകാർക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു.
പക്ഷേ പോലീസ് കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങളിലേക്ക് കടന്നു. അങ്ങനെയാണ് ഈ ഒരു സ്ത്രീയെ ആയിട്ട് അടുപ്പമുണ്ടായിരുന്നു, അവരെ ഇയാളെ അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത് അവരാണെന്ന് കണ്ടെത്തി. അവർക്ക് പണം കൊടുക്കാനുണ്ടോ ഇല്ലയോ എന്നറിയുന്നില്ല. അവരെ വല്ലവരും അവരെ കൂലിക്കെടുത്തതാണോ, അവരെ ആളായിട്ട് ഇയാളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതിന് വല്ല പണം വാങ്ങിച്ച് അയാളെ ഇറക്കിക്കൊണ്ടുപോയി കൊടുത്തതാണോ? ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോലീസ് ഇപ്പം നീങ്ങി തുടങ്ങി. എന്തായാലും മിസ്സിംഗ് ആയ ആളുടെ കോർപ്പസ് ഡിലിറ്റി കണ്ടെത്തി എന്നുള്ളതാണ്. അത് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തെളിവാണ്. കാരണം അതിനകത്ത് കൊന്ന ആൾക്കാർ തന്നെയാണ് കൊന്നിട്ട സ്ഥലം കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അത് ആളെ തിരിച്ചറിയത്തക്ക രീതിയിലായിരുന്നു. അയാളുടെ ഡ്രസ്സ് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് വയനാട് വഴി ചേരമ്പാടി വരെ ഉൾവനത്തിൽ വരെ കൊണ്ടുപോയത്. ആരാണ് അങ്ങനെ കൊണ്ടുപോയത്, എവിടെ വെച്ചാണ് കൊന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി വരണം. രണ്ടുപേരെ കസ്റ്റഡി എടുത്തിരിക്കുന്നതിൽ അജേഷ് ആണ് ഇത് കാണിച്ചു കൊടുത്തതെന്നാണ് വരുന്നത്. മാടാക്കരയിലെ ജ്യോതിഷ് കുമാറിനെയും അജേഷിനെയും ഇനി ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തും. അവർ വല്ല കൊട്ടേഷൻ എടുത്തതാണോ, അതോ അവർക്ക് പണം കിട്ടാനുണ്ടോ, ഈ സ്ത്രീ എങ്ങനെ വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി അവർ പറയേണ്ടി വരും. കാരണം ഹേമേന്ദ്രൻ മരണപ്പെട്ടു, അയാളുടെ ഭാഗം എന്താണെന്ന് അറിയില്ല. ഇവരിൽ നിന്ന് മാത്രമേ അതിൻ്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. ഹേമേന്ദ്രൻ്റെ ഭാര്യയുണ്ട്, അവർ ആദ്യം മുതലേ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ഇദ്ദേഹത്തിനെ തട്ടിക്കൊണ്ട് പോയതാണ്, ഇയാൾ കൊന്നുകളഞ്ഞ് കാണും. പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള ആ മൊബൈൽ ഫോണ് ശബ്ദിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ചിലപ്പം ഓണാവും, പിന്നെ ഓഫാക്കും. ശബ്ദമൊന്നും കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് ലൈവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഭാര്യയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണോ, അങ്ങനെയും സംശയിക്കാമല്ലോ. അതുകൊണ്ട് പോലീസ് 57 പോലീസ് ആക്ടിൻ്റെ പരിധി തന്നെ നിന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. ഒന്നെങ്കിൽ അതിൻ്റെ കോർപ്പസ് ഡിലിറ്റി അല്ലെങ്കിൽ ആ ഡെഡ് ബോഡി ലഭിക്കണം, എങ്കിൽ മാത്രമേ പോലീസിന് ആളും മരണപ്പെട്ടു എന്ന കൺക്ലൂഷനിൽ എത്താൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ 1.5 വർഷത്തിന് ശേഷം, ഏകദേശം 1.5 വർഷമാകാൻ പോകുന്നു, ഇപ്പം ആളുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥിതിക്ക് അതൊരു മർഡറാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ വിവരങ്ങളുണ്ടാവും. എന്തായാലും 1.5 വർഷം മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷിച്ച് ആ മിസ്സിംഗ് കേസിന് ഒരു പര്യവസാനം വന്നിരിക്കുന്നു. ഏതായാലും അവിടെ കൊണ്ടുപോയി കൊന്നോ അതോ കേരളത്തിൽ വെച്ച് തന്നെ കൊന്നോ ഒന്നും അറിയില്ല. എങ്ങനെയാണ് അങ്ങോട്ട് വരെ എത്തിച്ചത്, അതോ ഇനി ഇയാളെ മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി കൊന്നിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്തതാണോ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യം. അതിന് ഏതൊക്കെ വാഹനം ഉപയോഗിച്ചു, ആരൊക്കെയാണ് ഇതിൻ്റെ പ്രതികൾ, അവിടെ കൊണ്ടുപോയി കുഴിച്ചു കൂടാനൊരു പ്രത്യേക ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവിടെ സെലക്ട് ചെയ്ത് ആരാണ്, പിന്നെ ഇയാളെ കൊല്ലാനായിട്ട് ആരാണ് കൊട്ടേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ ആരാണ് കൊന്നത്, അതിലേതെങ്ങനെയാണ് ആ സ്ത്രീ കടന്നുകൂടിയത്, അവർക്ക് എന്തെങ്കിലും പണം കൊടുക്കാനുണ്ടായിരുന്നോ, അതോ അവരെ കൂലിക്കെടുത്തതാണോ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പോലീസിന് ഇതിനകത്ത് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു അന്വേഷണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനേ കഴിയുള്ളൂ. എന്തായാലും തമിഴ്നാട് പോലീസ് വളരെയധികം സഹായിച്ചു. കാരണം അവിടുത്തെ ചേരമ്പാടി പോലീസ് അധികൃതരുണ്ടായിരുന്നു, RDO ഉണ്ടായിരുന്നു. അവിടുത്തെ വനത്തിനകത്താണല്ലോ ഡെഡ് ബോഡി കണ്ടത്, ആ വനത്തിലെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. നല്ലൊരു സഹകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അതുകൊണ്ട് കൃത്യമായി ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ഉൾവനത്തിൽ അത് അവിടെ നിന്ന് പുറത്തെടുക്കാനും അതിനെ RDO വരെ സാക്ഷിയായിട്ട് നിന്ന കാര്യങ്ങളും എല്ലാം നല്ല എവിഡൻസിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മെഡിക്കൽ കോളേജ് പോലീസിന് ഏതായാലും ഇത്ര നാളെടുത്തെങ്കിലും എല്ലാ അഭിനന്ദനങ്ങളും കൊടുക്കുന്നു ഞാൻ. കാരണം ഇതുപോലെയുള്ള ധാരാളം മിസ്സിംഗ് കേസുകൾ കേരളത്തിലുണ്ട്, അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ പലരെയും കൊന്ന് എവിടെയോ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് കാണാം. ധാരാളം മിസ്സിംഗ് കേസ് കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നടത്തി എന്നുള്ളതാണ് ആളെ കണ്ടെത്താനായിട്ട് ഇത്ര വർഷം കഴിഞ്ഞ ശേഷം നമുക്ക് സാധിച്ചത്.